റോബിൻ രാധാകൃഷ്ണൻ നമ്മൾ എത്ര തെറി പറഞ്ഞെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ റോബിനെ നമ്മൾ സമ്മതിക്കണം. അതിലൊന്ന് ഇതാണ്. നിങ്ങൾ കണ്ടു നോക്കുക, അജിൻ വർഗീസ് റോബിൻ രാധാകൃഷ്ണനോട് മാപ്പ് പറയുന്ന വീഡിയോ ആണ് ഞാനിവിടെ കൂടെ ചേർത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് കാണാതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് ഇങ്ങനെ നിന്ന റോബിൻ ഇങ്ങനായി ആണോ? ആ ഒരൊറ്റ അപ്പൊ അതിപ്പോ കഷ്ടപ്പെട്ടാണ് റോബിൻ ഓരോ പടി കയറി വന്നത്. പെട്ടെന്നൊരു താഴ്ച വന്ന സമയത്ത് എന്റെ മനസ്സോട് ഗ്രാഹിയായിരുന്നോ? പ്രായമില്ല, വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നതിന് ഞാൻ എത്രമാത്രം എനിക്ക് മാത്രമേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ സമയത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. എനിക്ക് റോബിനെ കാണണമായിരുന്നു, കാര്യങ്ങൾ പറയണമായിരുന്നു. അപ്പം സോറി. അപ്പോ ഈ റോബിൻ രാധാകൃഷ്ണന്റെ കരിയർ തകർത്ത ആൾക്കാരിൽ ഒരാൾ അജിൻ വർഗീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. റോബിൻ രാധാകൃഷ്ണൻ തന്റെ കരിയറിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആ സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്ത് കേരളത്തിൽ എവിടെ ചെന്നാലും ഫിലിം സ്റ്റാർസിനെക്കാളും കൂടുതൽ സ്വീകരണം കിട്ടുന്നു. അമ്മമാര് മുതൽ മൊത്തം പേരുടെ ഹീറോ എല്ലാവരും കാണാനിരിക്കുന്നു. അങ്ങനെ ഒരു ടൈമിലാണ് ഈ അജിൻ വർഗീസും ഷാലു പേരും തമ്മിലുള്ള ഇന്റർവ്യൂകൾ വരുന്നത്. ആ ഇന്റർവ്യൂകളാണ് റോബിൻ രാധാകൃഷ്ണനെ തകർത്ത് തരിപ്പണമാക്കുക, അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണനെ എന്താ പറയുന്നത് ഏറ്റവും ഉയർച്ചയിൽ ഏറ്റവും താഴേക്ക് തള്ളിയിട്ടു. നായകനിൽ നിന്നും വില്ലനിലേക്ക്, അല്ലെങ്കിൽ നായകനിൽ നിന്നും കോമാളിയിലേക്കും ഒക്കെ മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള അജിൻ വർഗീസ് വന്നിട്ട് റോബിനോട് മാപ്പ് പറയുമ്പോൾ റോബിനെ സ്വീകരിക്കുന്ന രീതി അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ സാധിക്കുമെന്ന് അറിയില്ല. ഈവൻ ഈ പറയുന്ന എനിക്ക് പോലും എന്നെ തകർത്ത് അരിപ്പണമാക്കിയ ഒരാൾ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞാൽ റോബിൻ കേട്ട് നിൽക്കുന്ന പോലെ കേട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ എനിക്ക് സാധിക്കുമെന്ന് അറിയില്ല. റോബിന്റെ ആ ഒരു കാര്യത്തിൽ നമ്മൾ റോബിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ബിഗ് ബോസിൽ തന്നെ നോക്കിയാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇപ്പം നമ്മൾ രായാവാരാണ് എന്നുള്ള ചർച്ച പലയിടത്തും നടക്കുന്നുണ്ടല്ലോ. അപ്പം പല രീതിയിൽ പല ആൾക്കാരും ബെസ്റ്റ് ആണ്. ഇപ്പൊ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അബ്ദുൽ സമദ്, റിയാസ് അലീം ഒക്കെ അസാധ്യ ഗെയിമേഴ്സ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും പച്ചയായിട്ട് നിന്ന ആൾക്കാരിൽ നമുക്ക് അഖിൽ മാരാരെയും വേണമെങ്കിൽ പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റാർഡം ഉണ്ടാക്കിയ രണ്ട് പേരാണ്. ഒന്ന് ഡോക്ടർ രജിത് കുമാർ, രണ്ട് റോബിൻ രാധാകൃഷ്ണൻ. പക്ഷെ അതിലത്തൊക്കെ റോബിൻ ഉണ്ടാക്കി വെച്ച സ്റ്റാർഡം വേറെ ലെവൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന സ്റ്റാർഡമായിരുന്നു റോബിൻ ഉണ്ടാക്കി വെച്ച സ്റ്റാർഡം. പക്ഷെ ആ സ്റ്റാർഡം തകർന്ന് തരിപ്പണമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ, അല്ലെങ്കിൽ റോബിനെ വീഴ്ത്തി തകർത്ത് നിലംപരിശാക്കിയ ഒരാൾ വന്നിട്ട് റോബിനോട് മാപ്പ് പറയുമ്പോൾ റോബിനെ ഏറ്റെടുക്കുന്ന രീതി മാതൃകാപരമാണ്. ആ ഒരു കാര്യത്തിൽ റോബിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ റോബിന് കരിയറിൽ നന്മകൾ ഉണ്ടാകട്ടെ. റോബിൻ നാളെ എന്തെങ്കിലും മോശം കാണിച്ചാൽ ഇത് ഞാൻ തന്നെ പറയും. കാരണം റോബിനോട് ഒരുപാട് വിയോജിപ്പുകൾ ഉള്ള ആളാണ്. നല്ലത് കാണുമ്പോൾ നമ്മൾ അംഗീകരിക്കും, അതിന് കൈ അടിക്കുക തന്നെ വേണം. ഈ കാര്യത്തിൽ റോബിൻ രാധാകൃഷ്ണൻ അടിപൊളിയാണ്.